സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു, കേൾക്കുക. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് എന്ന് നാം വായിക്കുന്നു. ബൈബിൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി തരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരേ, എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. പാപിയേ, നിന്റെ പാപത്തെക്കുറിച്ച് നീ പശ്ചാത്തപിക്കൂ, നിന്റെ പാപത്തെ നീ ഉപേക്ഷിച്ച് ജീവിക്കൂ. ഇസ്രായേലേ, നീ മടങ്ങി വരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അവിശ്വാസികളായിരിക്കുന്ന മക്കളെ, നിങ്ങൾ തിരികെ വരൂ, ഞാൻ നിങ്ങളെ നേരെയാക്കാം. വഴിതെറ്റിപ്പോയ ആളുകളെ, നിങ്ങൾ തിരിച്ചു വരൂ, ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം. കീഴ്പ്പെടാത്ത ആളുകളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ കൈ നീട്ടി നിൽക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് തുടങ്ങിയ സ്നേഹ വചനങ്ങളാൽ നിറയപ്പെട്ട ബൈബിളിൽ ഈ അവസാനമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ദൈവം പറയുന്നത്? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അശുദ്ധൻ ഇനിയും അഴുക്കാകട്ടെ. എടാ മദ്യപാനി, നീ ഇനിയും കുടിച്ചുകൊള്ളൂ. സിനിമ കാണണമോ? പൊയ്ക്കോളൂ. വ്യഭിചാരം ചെയ്യണമോ? നിന്റെ ഇഷ്ടം, നശിച്ചു പോ. നിനക്ക് വീട് കെട്ടണമോ? കെട്ടിക്കോ, കെട്ടിക്കോ. നിനക്ക് പണം സമ്പാദിക്കണമോ? സമ്പാദിച്ചോ. പണം 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 ഇങ്ങനെ സമ്പാദിച്ചോ. ദൈവം വേണ്ടേ? ശരി, വേണ്ട. പ്രാർത്ഥന ചെയ്യണ്ടേ? ശരി, നീ പ്രാർത്ഥന ചെയ്യണ്ട, നീ ഇങ്ങനെ തന്നെ പൊക്കോ, ഒരു കുഴപ്പവുമില്ല. ഇതെന്താണ് ദൈവം ഇങ്ങനെ ഇപ്പോൾ സംസാരിക്കുന്നത്? പ്രാർത്ഥന ചെയ്യാത്തവനെ മോനെ പ്രാർത്ഥിക്കൂ, മദ്യപിക്കുന്നവനോട് മോനെ ഇനി മദ്യപിക്കരുത്, അനുസരിക്കാത്തവനോട് മോനെ മാനസാന്തരപ്പെടുന്നീ, മോനെ മാനസാന്തരപ്പെടൂ, നിന്റെ ഹൃദയത്തെ നൽകൂ എന്ന കർത്താവ് ഈ സമയത്ത് അനുസരണം കെട്ട ജനങ്ങളെ നോക്കിയിട്ട് തന്റെ വരവടുത്തിരിക്കുന്ന സമയത്ത് പറയുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ, നിന്റെ ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്യിപ്പോ, നീ പൊയ്ക്കോളൂ. മനുഷ്യർക്ക് അവരെ ഇഷ്ടം ചെയ്യാൻ അനുവദിക്കുന്ന എത്രയോ ഇഷ്ടമാണ്. മനുഷ്യർക്ക് അവിടെ ഇഷ്ടം ചെയ്യാൻ അനുവദിക്കുന്നത്. നിനക്കെന്താണ് വേണ്ടത്? എൻ്റെ ഇഷ്ടം എനിക്ക് നടത്തണം, എൻ്റെ ഇഷ്ടം. ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട്, കുറേ ആൾക്കാർ ചെന്നിട്ട് എൻ്റെ ഇഷ്ടം, എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം, എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമുള്ളതുപോലെ ഞാൻ കുടിക്കും, ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഭക്ഷിക്കും, എൻ്റെ പണം ഞാൻ സമ്പാദിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചിലവഴിക്കും, എൻ്റെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ചാലും പാപം ചെയ്യും, കല്യാണം കഴിച്ചില്ലെങ്കിലും ഞാൻ പാപം ചെയ്യും, എൻ്റെ ഇഷ്ടം. കല്യാണം കഴിച്ച എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ എന്താ? എൻ്റെ ഇഷ്ടം. എൻ്റെ ഇഷ്ടത്തിൽപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ഇഷ്ടം പോലെ ചെയ്യും, അതെല്ലാം എൻ്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ളതാണ്. എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും, ഇഷ്ടമുള്ള പോലെ ഞാൻ കഴിക്കും, ഇഷ്ടമുള്ള പോലെ ഞാൻ ജോലി ചെയ്യും, ഇഷ്ടമുള്ളത് ഞാൻ പോകും, ഇഷ്ടമുള്ളത് ഞാൻ കാര്യങ്ങൾ തോന്നുന്ന രീതിയിൽ ചെയ്യും. എന്നോട് ആരും ചോദിക്കാൻ പാടില്ല. ഈ രോഗം എവിടെ നിന്ന് വന്നതാണ്? പുതിയ തരം രോഗമാണിത്. എന്താണ്? എയ്ഡ്സ് അല്ല, ക്യാൻസർ അല്ല, TB അല്ല, ലെപ്രസി അല്ല. എന്താണ്? എന്താണ്? എൻ്റെ ഇഷ്ടം. എന്താണ്? പറയൂ. എൻ്റെ ഇഷ്ടം. ആ വൈറസ് നിങ്ങളെ പിടിച്ചിട്ടുണ്ടോ? വൈറസ് ഫീവർ. അബദ്ധത്തിലങ്ങനെ ഭർത്താവ് പറയണം എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭാര്യയും പറയും അത് എൻ്റെ ഇഷ്ടമാണ്. പിതാവിന് പണം അയക്കുന്നത് എൻ്റെ ഇഷ്ടമാണെന്ന് ഭാര്യ പറഞ്ഞാൽ പറയും, ഭർത്താവും പറയും എൻ്റെ ഇഷ്ടമാണെന്ന്. ഞാൻ സിനിമയ്ക്ക് പോകണേ എൻ്റെ ഇഷ്ടം, ഞാനും പോകും എൻ്റെ ഇഷ്ടം. ഞാൻ ക്ലബ്ബിൽ പോകും എൻ്റെ ഇഷ്ടം, ഞാൻ ലേഡീസ് ക്ലബ്ബിൽ പോകും എൻ്റെ ഇഷ്ടം. ഇത് രോഗമാണ്, അറിയാമോ? ആ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് പറയും? നിങ്ങൾ മര്യാദയ്ക്കിരിക്കൂ, ഞങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കണം, ഞങ്ങളുടെ ജീവിതത്തിലെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇല്ല, ഞങ്ങളുടെ ഇഷ്ടമാണ്, ഇത് ജീവിതമാണ്. ജീവിതത്തിൽ നടക്കുന്ന പരമമായ സത്യത്തെ ഈ നാളുകളിൽ അനേകം പേർ മനസ്സിലാക്കുന്നില്ല. ഒരേ ജീവിതമാണ് നമുക്കെല്ലാവർക്കും. ജയ്പാൽ എന്ന വ്യക്തി ഒരേ ഒരു ജീവിതമാണ്, ഒരു പ്രാവശ്യമാണ് ജനിച്ചത്, ഒരു പ്രാവശ്യമേ മരിക്കൂ, ഒരു പ്രാവശ്യമേ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കൂ. താൻ ഈ ലോകത്ത് ജീവിച്ചനുസരിച്ച് ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ജാഗ്രത, നീയും കണക്ക് ബോധിപ്പിക്കണം. ജയ്പാൽ മാത്രം പറഞ്ഞാൽ മതി എന്നാണ് വിചാരിച്ചത്. നീയും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ പറയുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം, മനുഷ്യനെ ഭയപ്പെട്ടല്ല ജീവിക്കേണ്ടത്.
മുഖസ്തുതി പറയുന്നതിന് വേണ്ടിയല്ല, പൊങ്ങച്ചം പറയുന്നതിന് വേണ്ടിയല്ല. ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എന്നെ അറിയുന്നുണ്ട്. ഇന്ന് എത്ര ക്രിസ്ത്യാനികൾക്ക് അത്തരമുള്ള ഭയമുണ്ട്? പോത്തിഫറിന്റെ വീട്ടിൽ യോസെഫ് ജോലി ചെയ്തപ്പോൾ പോത്തിഫറിന്റെ ഭാര്യ പോത്തിഫറിന്റെ മേൽ ദൃഷ്ടി വെച്ചുവെന്ന് കാണുവാൻ സുന്ദരനായതുകൊണ്ട് അവന്റെ പിന്നാലെ കൂടി. യോസെഫെ, നീ സുന്ദരനാണ്, നീ നല്ല അഴകുള്ളവനാണ്, നിന്റെ കണ്ണുകൾ നല്ല രസം, നിന്റെ മുഖം നല്ലതാണ് എന്നൊക്കെ. അപ്പോൾ ഓടിപ്പോകുമായിരുന്നു അവൻ അത് കേട്ട് ഓടിപ്പോകുമായിരുന്നു. ഒരു ദിവസം ആരുമില്ലാത്ത ദിവസം യജമാനെ ദൂരേക്ക് അയക്കാനിടയായി. പണിക്കാരെയെല്ലാം പറഞ്ഞു വിടാനിടയായി. അവന്റെ വസ്ത്രം പിടിച്ചു വലിച്ചു. എന്നോടൊപ്പം ശയിക്കൂ, ആരുമില്ല, യജമാനനില്ല, നീ ഇപ്പോൾ എൻ്റെ അടുക്കൽ ഒരു അടിമയായി ഇരിക്കേണ്ട കാര്യമില്ല. എന്നെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വശീകരിക്കുവാൻ ആരംഭിച്ചു. എന്താണ് പറഞ്ഞത് യോസെഫ് അവളോട്? ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. മനുഷ്യർ ആരുമില്ല, നിന്റെ ഭർത്താവില്ല, ചുറ്റും കാണുന്നവർ ആരുമില്ല, എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ മറഞ്ഞിരിക്കുന്നില്ല. ദൈവം എന്നെ കാണുന്നുണ്ട്. എന്റെ യജമാനൻ സകലതും എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. നീ അവന്റെ ഭാര്യയാണ്, നീ എനിക്ക് മാതാവിനെ പോലെയാണ്. നിന്നോട് ഞാൻ പാപപ്രവൃത്തി ചെയ്യാൻ ആരംഭിച്ചാൽ എന്റെ ദൈവം എന്നോട് ക്ഷമിക്കുകയില്ല. ജാരത്വം ചെയ്യുന്ന മനുഷ്യൻ ബുദ്ധിശൂന്യനാണ്. അതുകൊണ്ട് ജാരത്വത്തിൽ നിന്ന് ദൂരെ മാറിയിട്ട് അവളുടെ കൈ വിടുവിച്ചിട്ട് ഓടിപ്പോകുവാനിടയായി യോസഫ് അവിടെ. ഇന്നത്തെ യൗവനക്കാർ എങ്ങനെയുള്ളവരാണ്? പാപം വിട്ടു ഓടുവാൻ പറയുമ്പോൾ പാപത്തിലേക്ക് ഓടിയെടുക്കുന്ന ആളുകൾ. നമ്മുടെ ശരീരത്തിൽ ചെയ്തതായ സകല പ്രവർത്തികൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചില സമയത്ത് ചില ആളുകൾ ഇവിടെയല്ല, അങ്ങോട്ട് വാ, ഇവിടെ എല്ലാവരും കാണുന്നവരുണ്ട്. അവിടെ എന്താ യേശുവില്ലേ? അവിടെ യേശുവിനെ കേൾക്കാൻ കഴിയത്തില്ലേ? അവിടെ സംസാരിച്ചാൽ യേശുവിനെ കേൾക്കാൻ കഴിയില്ലേ? നിങ്ങൾ അറയ്ക്കുള്ളിൽ മന്ത്രിക്കുന്നതായ കാര്യങ്ങൾ പുറപ്പുറത്ത് ഘോഷിക്കുവാനിടയാകും എന്ന് പറയുമ്പോൾ ആളുകൾ വിശ്വസിച്ചിരുന്നില്ല. മുറികളിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വെളിയിൽ പോകുമെന്ന് അവർ സംശയിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവം CC ക്യാമറകൾ ഇപ്പം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ CC ക്യാമറകൾ വെച്ചിട്ട് റൂമിൽ നടക്കുന്നതായ കാര്യങ്ങൾ TV-യിൽ കൂടെ സംപ്രേഷണം ചെയ്ത് നാട്ടുകാരെ മുഴുവൻ കാണിക്കുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ സകല സൃഷ്ടിയെയും ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന് കാണാൻ കഴിയില്ലേ? നിന്റെ ഇരിപ്പും നിന്റെ കിടപ്പും നിന്റെ നടപ്പും എല്ലാം എനിക്കറിയാം. നീ ഒരു വാക്ക് നിന്റെ വായിലെടുക്കുന്നതിന് മുൻപേ നീ എന്താണ് സംസാരിക്കുന്നത് എനിക്കറിയാം. അതാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കും? ഞാൻ ആകാശത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ സമുദ്രത്തിൽ പോയാൽ നീ അവിടെയായിരിക്കുന്നു, ഞാൻ ഇരുട്ടിന്റെ ആഴത്തിൽ പോയിരുന്നാൽ ഇരുട്ട് പോലും നിനക്കവിടെ മറവായിരിക്കുന്നില്ല. മനുഷ്യർ ഈ കാലത്ത് ദൈവത്തെ ഭയപ്പെടുന്നില്ല. നിന്നെ പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന്, നീ പോകേണ്ടുന്ന വഴി ഞാൻ തിരഞ്ഞെടുത്ത് കാണിച്ചു തരുമെന്ന് പറഞ്ഞ ദൈവം അവന്റെ വഴിയെ ഉപേക്ഷിച്ചിട്ട് നിന്റെ ഇഷ്ടാനുസരണം നീ പോകുമ്പോൾ നിന്നെ പിന്തുടരുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. തന്നിമിത്തം മുഷിഞ്ഞു പോയ ദൈവം പറയുകയാണ്, നീ പൊയ്ക്കോളൂ, നിന്റെ ഇഷ്ടം. ഇസ്രായേൽ മക്കളെ ആകാശത്ത് നിന്ന് മന്ന പൊഴിപ്പിച്ചിട്ട് ദൈവം പോഷിപ്പിക്കുവാനിടയായി. ദൈവദൂതരുടെ ആഹാരം കൊടുത്തപ്പോൾ അബ്ബാ ഇതെന്താണ്, വളരെ മനോഹരമാണ്, വളരെ രുചികരമാണെന്നൊക്കെ പറഞ്ഞ് കഴിക്കാനിടയായി. എന്നാൽ കുറെ നാൾ കഴിഞ്ഞ സമയത്ത് അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഞങ്ങൾക്കാരാണ് മാംസം കൊണ്ടുതരുന്നത്? മിസ്രൈമിൽ ഞങ്ങൾക്ക് മാംസം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആഹാരത്തിന് വേണ്ടി കരച്ചിൽ ആരംഭിച്ചുവെന്ന്. എനിക്ക് മാംസം വേണം, ഞങ്ങൾക്ക് മാംസം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. മനുഷ്യന്റെ രീതി ഇതാണ്, തീറ്റ 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 തീറ്റ. ഇന്ന് ഭക്ഷണത്തിന് വേണ്ടി വെപ്രാളം പിടിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എത്രയോ ആളുകൾ ഇന്ന് രോഗത്താല് ദുഃഖത്താല് കഷ്ടപ്പെടുന്നവർ ഉണ്ട്. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇസ്രായേൽ മക്കൾക്കപ്പോൾ ദൈവം നടത്തിയ രീതി അവർക്ക് ഇഷ്ടമായില്ല. അവരുടെ ഇഷ്ടം നടക്കണം. ഞങ്ങളുടെ പഴയ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണം, പഴയ ആഹാരം ഞങ്ങൾക്ക് വേണം, പഴയ കൂട്ടുകാരെ വേണം, പഴയ സിനിമകൾ കാണണം, പഴയ കാര്യങ്ങൾ ചെയ്യണം. എങ്ങനെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്കും ആശ വരാറുണ്ടോ? വരുന്നുണ്ടോ? ഒരുത്തർ ഇപ്രകാരം വിളിച്ചു പറയാനിടയാ, എടാ ഡേയ്, ഞാൻ മാനസാന്തരപ്പെട്ട് നിന്റെ ഭാഗ്യമാണെന്ന് വെച്ച് എന്റെ പഴയ സ്വഭാവമാണ് നിന്റെ കഥ ഞാനിപ്പോൾ കഴിച്ചേനെ. അപ്പോൾ ഇപ്പോഴും എന്തുണ്ട്? പഴയ സ്വഭാവം ഉള്ളിൽ കിടപ്പുണ്ട് എപ്പോഴും. എന്താണ്? മാനസാന്തരപ്പെട്ടിട്ടും അവന്റെ പഴയ സ്വഭാവം മാറുന്നില്ല. യേശുവിൽ വരുന്നതിന് മുൻപ് എനിക്ക് പകയുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു. ഇപ്പോൾ എന്റെ ശത്രുവിനെ പോലും ഞാൻ സ്നേഹിക്കും, അവരോട് ക്ഷമിക്കും എന്നാണ് പറയേണ്ടത്. എന്നാൽ ഇന്ന് അനേകം ആളുകളുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്നതിൽ സംതൃപ്തിപ്പെടാതെ എന്തിനു വേണ്ടിയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നത്? ശരി, ദൈവം ആ കാടപ്പക്ഷി അയക്കുവാനിടയായി. അവർ അപ്പോൾ കഴിച്ച് എത്രമാത്രം കഴിച്ചെന്ന് ചോദിച്ചാൽ കാടപ്പക്ഷിയുടെ സ്മെല്ല് വരുന്നു. അവരുടെ നാസ്വാധാരങ്ങളിൽ നിന്ന് മണം വന്നുവന്ന്. എടാ, കാടപ്പക്ഷി കഴിക്കാനും പറഞ്ഞ എനിക്ക് വേണ്ട. അവർക്ക് മടുപ്പുളവാക്കുന്നവരെയും ദൈവം അവരുടെ ഇഷ്ടമനുസരിച്ച് അവരെ വിടുവാനിടയായി.
തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഇന്നത്തെ മനുഷ്യർ പാപത്തിൽ മുഴുകിപ്പോയിരിക്കുന്നത്, അതിൽ വീണുകിടക്കുന്നത്. ഒരു സമയത്ത് പാപത്തെ വിടാത്ത വ്യക്തി, പാപത്തെ ഉപേക്ഷിക്കാത്തതായ വ്യക്തി, ഇന്ന് ആ പാപം ചെയ്ത് അവൻ താൻ ചെയ്യുന്ന പാപം അവന് ഇഷ്ടമല്ലാതിരുന്നിട്ടും അവനെ പിന്മാറുവാൻ കഴിയുന്നില്ല. എത്രയോ ആളുകൾ ഇന്ന് മദ്യപാനത്തിൽ അകപ്പെട്ട ആളുകളുണ്ട്. തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയാണെന്ന് പറയുന്നു, ഒരു പെഗ്. എത്രയോ ആളുകൾ അങ്ങനെ തമാശയ്ക്ക് വേണ്ടി ഒരു പെഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ആളുകൾ അവസാനം അവർക്ക് നിർത്തുവാൻ കഴിയാതെ, തുടക്കത്തിൽ എല്ലാവരും പെഗ്ഗാണ്. ആദ്യം തന്നെ 2-3 ബോട്ടിൽ കുടിക്കുന്ന ആളുകളൊന്നും അല്ല അവർ. ആദ്യം ഒരു പെഗ് കുടിക്കും, പിന്നെ 2 പെഗ് കുടിക്കും, പിന്നെ 3 പെഗ് കുടിക്കും, പിന്നെ 4 പെഗ് കുടിക്കും, പിന്നെ 2 ബോട്ടിൽ കുടിക്കാനിടയാവും. എടാ ഞാൻ 2 കുപ്പി അടിച്ചാലും നേരെ നിൽക്കുമെന്ന് പറയും ആടിക്കൊണ്ട് നിന്ന്. എടാ ഞാൻ 1 കുപ്പി അടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നേരെ നിൽക്കുമടാ എന്ന് പറഞ്ഞിട്ട് നേരെ ആ കുഴിയിലോട്ട് തലയും കുത്തി വീഴാനിടയായി. നല്ലൊരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ അവിടെ വെച്ച് ചെന്നിട്ട് തലയും കുത്തി ആ കുഴിയിൽ വീഴുവാൻ ഇടയായി. മദ്യപാനികളും തീറ്റപ്രിയന്മാരും ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശികൾ ആകില്ല. ആർക്കാണ് കഷ്ടം? ആർക്കാണ് ദുഃഖം? വീഞ്ഞ് രുചിക്കാൻ പോകുന്നവർക്കാണല്ലോ, മദ്യപിക്കാൻ വേണ്ടി പോകുന്നവർക്കാണല്ലോ ദുഃഖം. ചാരായം കുടിക്കുന്നവർക്കാണല്ലോ, ബ്രാൻഡിയും വിസ്കിയും കുടിക്കാൻ പോകുന്നവർക്കാണല്ലോ ദുഃഖവും ബുദ്ധിമുട്ടും പ്രതികൂലങ്ങളുമെല്ലാം. ഒരു കാരണവുമില്ലാതെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ നാളുകളിൽ എത്രയോ കുടുംബങ്ങളാണ് മദ്യപാനം മൂലം ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നത് അറിയാമോ? അനേകം സ്ത്രീകൾ പറയാറുണ്ട്, ദേവദാസ എന്റെ ഭർത്താവ് ഒരു മുഴുക്കുടിയനാകുന്നു. അനേകം അമ്മമാർ പറയാറുണ്ട്, ബ്രദർ എന്റെ മകൻ ഒരു മുഴുക്കുടിയനാകുന്നു. അനേകം കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, അങ്കിൾ എന്റെ പിതാവ് ഒരു മദ്യപാനിയാണ് അങ്കിൾ. കുടിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണേ അങ്കിൾ. ആ കൊച്ചു കുഞ്ഞിന്റെ മുഖം നോക്കിയിട്ടെങ്കിലും നിനക്ക് മദ്യപിക്കാതിരിക്കാൻ കഴിയുകയില്ലേ? നിന്റെ കൊച്ചുകുഞ്ഞിന്റെ മുഖം നോക്കിയാൽ അവന് കൊടുക്കേണ്ട, ആ കുഞ്ഞിന് കൊടുക്കേണ്ട ബിസ്ക്കറ്റോ പാലോ അതിന് ചിലവാക്കേണ്ട പണമല്ല നീ ചാരായത്തിന് വേണ്ടി ചിലവാക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഈ കാലത്തുണ്ട്, എത്ര ആളുകളുണ്ട്. നിന്റെ മദ്യപാനം ഒരു ദിവസം നിനക്ക് കെണിയായി ഭവിക്കും. ഇപ്പോൾ നിനക്ക് നോക്കുമ്പോൾ എല്ലാം തമാശയായി തോന്നും. ഇപ്പോൾ നിനക്കത് വലിയ കാര്യമായിട്ട് അനുഭവപ്പെടാമെന്നാൽ മദ്യപിക്കുന്നവരോട് ചോദിക്കൂ, അവർ വയർ നിറച്ച് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുരങ്ങന്റെ സ്വഭാവമാകും. ആരുടെ സ്വഭാവമാണ്? കുരങ്ങിൻ്റേത്. കുരങ്ങ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇനിയും കുറച്ച് മത്ത് പിടിച്ചാൽ പിന്നെ ഒരു സിംഹത്തിനെ പോലെ ആകുമെന്നാണ്. പെട്ടെന്ന് ദേഷ്യമൊക്കെ കേട്ടോന്ന്, ഡേയ് ആടാ നീ എന്തു ചെയ്യും ഹായ് എന്ന് പറഞ്ഞിട്ട് കല്ലിന് കാലുമടക്കി അടിച്ച് കാലൊടിഞ്ഞു പോകാനിടയായി. മയൽക്കുറ്റി കണ്ടിട്ട് എന്റെ മുമ്പിൽ നീ വഴിമുടക്കാൻ നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് കാലുമടക്കി ഒറ്റയടി കാലൊടിഞ്ഞു പോകാനിടയായി. കാലുപിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നീട് അനേകം മദ്യവയ്ക്കുന്ന വ്യക്തിയുടെ നടുവിൽ ഞാൻ ദൈവവേല ചെയ്ത ഒരു വ്യക്തിയാണ്. വലിയ വലിയ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെയുണ്ട്. അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ വലിയ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. എത്ര വലിയ മദ്യപാനിയാണെങ്കിലും കർത്താവിന് മാറ്റുവാൻ കഴിയും. നീ അത് മനസ്സിലാക്കുകയാണെങ്കിൽ, കർത്താവിന്റെ അടുക്കൽ വന്ന് പശ്ചാത്താപത്തോടെ മദ്യപാനത്തെക്കുറിച്ച് ഏറ്റുപറയുകയാണെങ്കിൽ, നിന്റെ പാപം നിന്നെ വിഴുങ്ങുന്നതിന് മുൻപായിട്ട് കർത്താവിന്റെ പാദപീഠത്തിൽ വീണാൽ നിനക്കൊരു പുതിയ ഹൃദയവും പുതിയ ജീവിതം നൽകാമെന്ന് കർത്താവ് വാഗ്ദത്തം നൽകുന്നു. പിന്നെയും മദ്യം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പന്നിയെ പോലെ ആകുമെന്നാണ്. ആദ്യം കുരങ്ങ്, പിന്നെ സിംഹം, പിന്നെ പന്നിയെ പോലെയാകുന്നു. വീഴുന്നിടത്ത് തന്നെ കിടന്നുറങ്ങുമെന്നാണ്. എന്താണ്? പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ പൂച്ചയെ പോലെ ആകുമെന്നാണ്. മദ്യവെച്ച് കെട്ടൊക്കെ വിട്ടിട്ട് പതിയെ എഴുന്നേറ്റ് വരുമ്പോൾ പൂച്ചയെ പോലെ ആകുമെന്നാണ്. എന്താണ് ഇവിടെ വന്ന് കിടന്നത് എന്നും പറഞ്ഞ് പതിയെ അങ്ങ് മുമ്പോട്ട് പോകും. ആ അപമാനവും നിന്ദയും പരിഹാസവും സഹിക്കുവാൻ കഴിയാതെ, നിന്ന സഹിക്കാൻ കഴിയാതെ വീണ്ടും മദ്യപിക്കാൻ പോകുമെന്നാണ് പറയുന്നത്. അത് താങ്ങുവാൻ കഴിയാതെ വീണ്ടും മദ്യപിക്കാൻ പോകും. അതാണ് അവന്റെ സ്വഭാവം. എപ്പോഴും മദ്യപാനികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അതിനെ ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളാൽ കഴിയുകയില്ല എങ്കിൽ നിങ്ങളുടെ കർത്താവിനോട് നിങ്ങൾ പറയുക, കർത്താവ് വിടുവിക്കും. എൻ്റെ പിതാവ് ഇതേ നാട്ടിൽ തന്നെ ഒരു ഡെപ്യൂട്ടി എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു. PWDയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. നാഗാർജുന സാഗറിൻ്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനിടയായി. അതിനുശേഷം അവിടെ നിന്ന് ഇവിടെ വരികയും കാക്കനാടിൽ വേറൊരു കമ്പനിയുടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനിടയായി. ഇവിടെ വെച്ച് തന്നെയാണ് റിട്ടയർഡ് ആകുകയും സ്വന്തമായിട്ട് വീട് വാങ്ങിച്ച് താമസിക്കുകയും ചെയ്തത്. ആ കാലത്ത് അദ്ദേഹം മാനസാന്തരപ്പെട്ടില്ല. രാത്രിയായാൽ ക്ലബിൽ ചെന്നിട്ട് എഞ്ചിനീയർമാരോടൊപ്പം ഫുള്ള് മദ്യപിക്കുമായിരുന്നു. രാത്രി മുഴുവൻ ചീട്ട് കളിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. നേരം വെളുത്താലും വീട്ടിൽ വരികയില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഞങ്ങൾ 8 പേരായിരുന്നു മക്കൾ. ഞാനായിരുന്നു ഒന്നാമത്തവൻ. മാനസാന്തരപ്പെട്ടില്ല. ഞങ്ങളെല്ലാം കൊച്ചുകുട്ടികളായിരുന്നു. ഞങ്ങളുടെ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു. ഞങ്ങളുടെ പിതാവിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ചോദിക്കുമായിരുന്നു, എന്തിനാ അമ്മ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പ്രാർത്ഥന 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ല മോനെ, ഒരു ദിവസം ദൈവം പിതാവിനെ മാറ്റുവാൻ ഇടയാകും. ഞാൻ പറഞ്ഞ ദൈവവുമില്ല, ഒന്നുമില്ല. പിതാവിനെ പോലെ തന്നെ കുടിക്കുക, ആഘോഷിക്കുക, കിടന്നുറങ്ങുക, ചാകുക. അല്ല മോനെ, പിതാവിന് ദൈവം മാനസാന്തരം കൊടുക്കും. ഞാനപ്പോൾ ചിരിക്കുമായിരുന്നു. പിതാവാണെങ്കിൽ സുഖമായിട്ട് ക്ലബിലൊക്കെ പോയി കുടിച്ച് കറങ്ങി വരുന്നു. നിങ്ങളോട് കുത്തിയിരുന്ന് യേശുവേ മാറ്റണം, യേശുവേ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു.
എന്തോ അമ്മ ഒരു പ്രയോജനം? യേശു ഉണ്ടായിരുന്നെങ്കിൽ പിതാവ് എന്തുകൊണ്ടാണ് മാറാത്തത്? ഇല്ല മോനെ, ഒരു ദിവസം മാറും. ഞാൻ പറഞ്ഞു, പിതാവ് മാറുകയാണെങ്കിൽ ഞാനും അപ്പോൾ തന്നെ മാറിയേക്കാം. ആവശ്യമില്ലാതെ പറഞ്ഞു. ഒരാവശ്യമില്ലാതെയല്ല കേട്ടോ. 12 വർഷക്കാലം എൻ്റെ മാതാവ് പ്രാർത്ഥിക്കാനിടയായി. ഇതേ പ്രദേശത്ത് വെച്ച് തന്നെ ഒരു ദിവസം എൻ്റെ പിതാവ് ഇനി ഞാൻ ജീവിച്ചിരിക്കുകയില്ല, തൂങ്ങി മരിക്കാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് പോയ അതേ സമയത്ത് ആ പ്രദേശത്ത് ഇതുപോലെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, ഇത്ര വലിയൊരു മീറ്റിംഗ് ആയിരിക്കില്ല, എന്നാൽ അങ്ങോട്ട് മരിക്കാൻ പോകുന്നതായ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് മരിക്കാൻ പോവുകയാണെങ്കിൽ മോക്ഷം ലഭിക്കുമല്ലോ. ഏതായാലും മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, തീർച്ചയായും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ചെന്ന് മരിക്കാൻ വേണ്ടി പോകാം, അപ്പോൾ മോക്ഷം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അവർ പറയാനുണ്ട്, തൽക്കാലം നിങ്ങൾ ഈ ബെഞ്ചിൽ ഇരിക്കുക, മീറ്റിംഗ് നടക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആ ബെഞ്ചിൽ കുറച്ചു നേരം ഇരുന്നു. ആ പ്രസംഗകൻ പറഞ്ഞ കാര്യമൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ലേ. എന്നാൽ നീ എന്തിനാണ് മരിക്കേണ്ടത്? യേശുക്രിസ്തു നിനക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിയാനിടയായി. അദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുൻപോട്ട് കൊണ്ടുവരാനിടയായി. ആ പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ദേവദാസൻ നോക്കിയപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ആ കോളേജിൽ ഒരു മുറിയിൽ ഒരു ചെറിയ മീറ്റിംഗ് ഹാളിൽ ഒരു ഗോസ്പൽ മീറ്റിംഗ് നടത്തുന്ന ആ സമയത്ത് അദ്ദേഹം നടത്തിയ മീറ്റിംഗിൽ പിതാവിനെയും ഓർക്കാനിടയായി. അയ്യോ, അദ്ദേഹത്തെ ഞാൻ കണ്ടു പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ആ ദേവദാസൻ അദ്ദേഹത്തിന് വേണ്ടി മുഴുവൻ കാലമടക്കി അവിടെ പ്രാർത്ഥിക്കുവാനിടയായി. തൊട്ടടുത്ത ദിവസം മുതൽ എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ 100% മാറ്റമുണ്ടായി. വീട്ടിലുണ്ടായിരുന്ന മദ്യക്കുപ്പികളും ബ്രാൻഡിക്കുപ്പികളും സിനിമാ മാസികകളും എല്ലാം കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് തീ വെച്ച് കളയാനിടയായി. എന്നിട്ട് 10 ബൈബിൾ വാങ്ങിച്ചുകൊണ്ടുവരും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകാനും ഇടയായി. 10 പേർക്കും ബൈബിൾ കൊടുത്തു. മൂലാപ്പേട്ടിലാണ് ഞങ്ങളുടെ വീട്. അവിടെ നിന്നും ഗാന്ധിനഗറിലുള്ള ഈ ചർച്ച് വരെയും ഞങ്ങളെ നടത്തിച്ചിട്ട് സർക്കാർ ജീപ്പ് നാം ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയും. സർക്കാർ ജീപ്പുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ കൈക്കൂലി കൊടുത്ത് സമ്പാദിച്ചതൊന്നും നമുക്ക് വേണ്ട എന്ന് പറയും. എന്നിട്ട് കൈക്കൂലി വാങ്ങിച്ചതെല്ലാം തിരിച്ചു കൊടുത്ത് അവരോടെല്ലാം ക്ഷമയാചിച്ചിട്ട് ഞങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചകളിലും കൊണ്ടുവരുമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങളുടെ പിതാവ് മാറിപ്പോയിരിക്കുന്നു, ഇനി ഞങ്ങളെ ചീത്തയൊന്നും വിളിക്കില്ല. ഹോ, എത്ര സന്തോഷമാണെന്നറിയാമോ? ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ പിതാവ് മാനസാന്തരപ്പെടുമെന്ന്. അദ്ദേഹം വലിയ ദേഷ്യമുള്ളവനായിരുന്നു, മുൻകോപിയായ മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ പിതാവ് മാനസാന്തരപ്പെട്ട ശേഷം ഞങ്ങളുടെ അമ്മയുടെ അടുക്കൽ ചെന്ന് കൈകൾ പിടിച്ചു. ഞങ്ങളുടെ അമ്മയുടെ പേര് ചിൽക്കമ്മ എന്നാണ്, പിതാവ് ചിലക്ക എന്നാണ് വിളിക്കുന്നത്. ചിലക്ക, നിന്നോട് ഞാൻ അന്യായം ചെയ്തിട്ടുണ്ട് ചിലക്ക എന്ന് പറഞ്ഞിട്ട് മാതാവിനോട് ക്ഷമ യോജിക്കുന്ന സമയത്ത് പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഇതെല്ലാം ഒളിച്ചു നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. എന്താണ്, മാതാവിനെ തല്ലാൻ പോകുകയാണോ, ചീത്ത വിളിക്കാൻ പോകുകയാണോ? ഈ ക്ഷമ ചോദിക്കുന്നത് പിതാവ് തന്നെയാണോ? പിതാവ് വരുന്നെന്നറിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കെല്ലാം പേടിയാണ്. കട്ടിൻ്റെ അടിയും ബെഞ്ചിൻ്റെ അടിയും ഡെസ്കിൻ്റെ അടിയെല്ലാം ഞങ്ങൾ പോയി ഒളിക്കുമായിരുന്നു. അങ്ങനെയുള്ള പിതാവ് യേശു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നപ്പോഴത്തേന് മാനസാന്തരപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാനസാന്തരം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, യഥാർത്ഥമായും സത്യമായും ദൈവമുണ്ട്, അവനാണ് യേശു ക്രിസ്തു. എനിക്ക് വിശ്വാസം വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിതാവ് എന്നോട് വന്ന് പറയടാ, നീ മാറണം. ഓഹോ, ഇത് കൊള്ളാം. നിങ്ങൾക്ക് 47 വയസ്സുണ്ട്, ഇത്ര നാളും അഴിച്ചു പൊളിച്ച് നടന്ന് കുടിച്ചിട്ട് ഇപ്പോഴേ മീശ മുളച്ചു വരുന്ന എനിക്കാണ് ഒന്നും അറിയത്തില്ല. ആ കുപ്പിക്കകത്ത് എന്തുള്ളതാണ്, ബ്രാൻഡി എന്താണ്, സിഗരറ്റ് വലി എന്താണ്, ദുശീലങ്ങൾ എന്താണ്, ഒന്നും അറിയാതിരിക്കുന്നത് എന്നെ, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, ഇങ്ങോട്ട് പോയിട്ടില്ല, അത് കണ്ടിട്ടില്ല, ഇത് കണ്ടിട്ടില്ല, ഇപ്പോഴേ എന്നെ സന്യാസിയാക്കാൻ പോവുകയാണോ എന്ന് പറഞ്ഞിട്ട് പിതാവിനോട് എതിർത്ത് സംസാരിച്ചു. പഴയ സ്വഭാവമായിരുന്നെങ്കിൽ പിതാവ് ഞങ്ങളുടെ പല്ലടിച്ച് കുഴിച്ചേനെ. ഇപ്പോഴേലും മാനസാന്തരപ്പെട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, പറയാം. മാനസാന്തരം കെട്ട് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെടാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഞാൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടം. അന്ന് മുതലേ എൻ്റെ ഇഷ്ടം അവിടെ തുടങ്ങി. ഇപ്പോഴില്ല, എൻ്റെ ഇഷ്ടമാണ്. മോനെ, വേണ്ട മോനെ, കോളേജ് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് വന്ന് സിനിമയ്ക്ക് പോകരുത്. എനിക്ക് സിനിമയെന്ന് വെച്ചാൽ ഭ്രാന്താണ്. സമയത്ത് ഒരു ദിവസം സിനിമാ തിയേറ്റർ റോഡിൽ കൂടെ ജോലി കഴിഞ്ഞിട്ട് പിതാവ് വരുന്ന സമയത്ത് ഞാൻ മാറ്റി കഴിഞ്ഞ് വരുമ്പോൾ എന്നെ അവിടെ വെച്ച് കാണുവാനിടയായി. വീട്ടിൽ വന്ന ശേഷം പറഞ്ഞടാ, നിന്നെ സിനിമാ തിയേറ്റർ റോഡിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വളരെ വേദനയായിരുന്നടാ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനല്ലേ സിനിമ കാണാൻ പോയെ, ഞാൻ പോയപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് എന്തുകൊണ്ടാണ് വേദന ഉണ്ടാകുന്നത്? ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പാപം ചെയ്യുകയാണെങ്കിൽ വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ വളരെ വേദന ഉണ്ടാകാൻ ഇടയാകും. സാത്താന്റെ മക്കളെ കാണുമ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് ഹൃദയത്തിൽ ചൂടുപിടിക്കും. കഴിഞ്ഞ മെസ്സേജ് നാം കേട്ടതാണല്ലോ, പൗലോസിന് ഹൃദയത്തിൽ ചൂടുപിടിച്ചു. പാപത്തിൽ വീണ് കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ ദൈവത്തിന്റെ മക്കളുടെ ഹൃദയത്തിന് എത്രമാത്രം വേദന ഉണ്ടാകുമെന്നറിയാമോ?
എന്റെ പിതാവ് ക്ലബ്ബിലും ഞാൻ സിനിമയ്ക്കും പോകുന്ന വ്യക്തികളായിരുന്നു. ക്ലബ്ബിൽ പോകുന്നത് ഉപേക്ഷിച്ചു. ഒരു ദിവസം ഞാനിങ്ങനെ നോക്കിയാണ്, പിതാവ് എന്തുകൊണ്ടാണ് വെളിയിലോട്ടൊന്നും ഇറങ്ങാത്തത്? യഥാർത്ഥമായി മാറ്റം ഉണ്ടായോ? ഒരാഴ്ച കൊണ്ട് ഇത്ര മാറ്റം ഉണ്ടായോ? ഇപ്പോഴത്തെ ഒരാഴ്ച കൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല, 10 ദിവസമായിരിക്കുന്നു, വെളിയിൽ പോകുന്നില്ല, കള്ളു കുടിക്കാൻ പോകുന്നില്ല, ക്ലബ്ബിൽ പോകുന്നില്ല. നേരത്തെ ആരെങ്കിലും 2 കൈ കൊണ്ട് സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയായിരുന്നു, ഇപ്പോൾ എല്ലാം വിട്ടിരിക്കുന്നു. ഞാൻ ആ റൂമിലേക്ക് എത്തി നോക്കി. പിതാവ് മുഴങ്കാലിലിരിക്കുന്നു, ബൈബിൾ അടുത്ത് വെച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ ചെയ്ത ദോഷമൊന്നും എന്റെ മകന്റെ മേൽ വരാനിടയാകരുതേ. എന്റെ മകനെ ജയ്പാലിനെ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ജയ്പാലിന് മാനസാന്തരം കൊടുക്കണമേ. അത് കേട്ടപ്പോൾ ഞാൻ പുറകോട്ട് വന്നു. 3 മാസം പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. എന്നിട്ടും എനിക്കൊരു മാറ്റം ഉണ്ടായില്ല. എൻ്റെ പിതാവ് വളരെ വിഷമിപ്പിക്കാനിടയായി. ഞാൻ അവസാനം പറഞ്ഞടാ, ലോകത്തിലുള്ള സകലേരെയും മാറ്റാൻ പറ്റും, എന്നാൽ നിന്നെ മാറ്റാൻ കഴിയില്ല. എൻ്റെ പിതാവിനെ എങ്ങനെയെങ്കിലും വിഷമിപ്പിക്കണം വിചാരിച്ചിട്ട് ഒരു ദിവസം ഞാനൊരു കാര്യം ചെയ്തു. ഫിനോയിൽ നിറച്ച ഒരു കുപ്പി കയ്യിലെടുത്തിട്ട് ഞാൻ അതിൽ ഡ്രെന്ന് പറഞ്ഞ് കുടിക്കാനിടയായി. ജീവിച്ചാൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുമെന്ന് വിചാരിച്ചു, മരിച്ചാൽ അങ്ങനെ മരിക്കട്ടെ എന്ന് പറഞ്ഞ് കുടിച്ചു. അത് ഇറങ്ങിയ സമയത്ത് കഴുത്തിൽ ഒരു ചൂട് പിടിച്ചിട്ട് ഞാനിവിടെ കിടന്ന് നിലവിളിച്ചു, അമ്മ 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 ഓടി വരൂ. അമ്മയുമില്ല, ആരുമില്ല. മാനസാന്തരപ്പെടുമോ ഇല്ലയോ എന്ന് പറ. അമ്മ എന്ന് പറയണേ, മോനിപ്പോൾ മരിച്ചു പോ, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ പിതാവ്, മാനസാന്തരപ്പെടുമോ ഇല്ലയോ എന്ന് പറ. മാനസാന്തരപ്പെട്ട നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു, അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ചകത്തിയുള്ളൂ. ചത്താൽ നീ നരകത്തിൽ പോവുകയും ചെയ്യും. ഇതേ കാക്കനാടിലെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ അമ്മ എന്നെ ഓട്ടോ പിടിച്ചിട്ട് കൊണ്ടുവരുവാനിടയായി. അവിടെ കൊണ്ടുവന്നിട്ട് എന്നെ കിടത്തി ട്യൂബ് ഇട്ടിട്ട് ഛർദ്ദിപ്പിച്ചു. ഇപ്പോഴും ഫിനോലിന്റെ മണം എനിക്ക് അടിക്കുകയാണെങ്കിൽ എന്ന് ഛർദ്ദിക്കാൻ വേണ്ടി വരും. വയറ്റിലേക്ക് ഇറങ്ങിപ്പോകാനിടയായി. അത് നീല മണ്ണെണ്ണയല്ലേ, വെള്ള മണ്ണെണ്ണയാണ്. ഇതേ ഹോസ്പിറ്റലിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് രാത്രി ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ കിടന്നിരുന്നത്. ബാന്ന് പറഞ്ഞ് ചൂടടിക്കുന്നത്. കെടാത്ത തീയും ചാകാത്ത പുഴുവുമാണ് നരകത്തിൽ. ഇവിടെ ഇത്രമാത്രം തീയാണെങ്കിൽ പിന്നെ എന്താണ് നരകത്തിലെ കാര്യം പറയണോ? അങ്ങനെ ഞാൻ ചിന്തിച്ച് ഭയപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ എൻ്റെ അടുത്ത ബെഡിൽ ഒരു മനുഷ്യരെ കൊണ്ട് കിടത്തുവാനിടയായി. അവൻ രാത്രി എന്ന് പറഞ്ഞ് ശ്വാസം വിടുകയാണ്. അപ്പോഴേ പേടിച്ചു കിടന്ന ഞാൻ ഇതെല്ലാം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം നിലയ്ക്കുന്ന പോലെ തോന്നി. അയാൾ പാതിരാത്രിയപ്പോൾ മരിച്ചു പോകാനിടയായി. ആ നേഴ്സ് വന്നിട്ട് അയാളെ പുതുപ്പിച്ചെല്ലാം കിടത്തിയിട്ട് പോയി. കേസായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ തന്നെ കിടക്കുകയാണ് രാവിലെ വരെ എൻ്റെ അടുത്ത്, ഈ കാക്കനാട്ടിലെ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ. അപ്പോൾ എനിക്ക് ചൂടനുഭവപ്പെട്ട സമയത്ത് ഞാൻ വിഷമിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ എന്നെ വിടുവിക്കണമേ, നീ ഉണ്ടെങ്കിൽ രക്ഷിക്കണമേ എന്ന്. എന്നെ ജീവിപ്പിച്ചാൽ ഞാൻ മാനസാന്തരപ്പെട്ടോളാം. ഇങ്ങോട്ട് നോക്കിയാൽ ശവം കിടക്കുന്നു, അകത്തേക്ക് നോക്കിയാൽ തീയാണ്. അതായിരുന്നു എൻ്റെ മാനസാന്തരത്തിന് ഒരു പ്രാരംഭം. എന്നാൽ ഞാൻ അന്ന് തന്നെ മാറിയില്ല, ഒരു ആരംഭമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ട സമയത്ത് അത്ഭുതകരമായി 3 മാസത്തിനുള്ളിൽ തന്നെ ഇതേ കാക്കനാടിലെ ഇതേ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു ദൈവാലയത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം, നിന്റെ ജീവിതത്തിൽ ദൈവം മാറ്റമുണ്ടാകും, നീ പ്രാർത്ഥിക്കൂ എന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ മുഴങ്കാലിരുന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. 1 മണിയായി, 2 മണിയായി, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. നിന്റെ പാപം ഏറ്റവും വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള വചനം എന്നോട് ഇടപെടാനിടയായി. ബൈബിൾ അടച്ചു വെച്ചിട്ട് തിരിച്ചുപോയി. ആ ദൈവം സംസാരിച്ചു എന്ന് ചോദിച്ചു. ഞാൻ സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? ഇപ്പോഴേ നശിച്ചു പോയിരിക്കുന്നു, ഇനി നന്നാക്കാൻ പറ്റുകയില്ലല്ലോ, പിന്നെ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞു. എടാ ബുദ്ധിയില്ലാത്തവനെ, ആ ദിവദാസൻ അന്നൊരു ദേഷ്യം വന്നിരിക്കും. എന്നാലും പറഞ്ഞു, എടാ മോനെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അസുഖത്തിന് വേണ്ടി ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിനക്ക് TB ആണെന്ന് ഡോക്ടർ പറയുമെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ നിനക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നീ എന്നാ ഓക്കെ താങ്ക്സ് ഡോക്ടർ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ചാകാൻ പോകുമ്പോൾ, അയ്യോ എനിക്ക് TB ആണോ, നീ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതാണ് മരുന്ന് കഴിക്കേണ്ടത്, അതുപോലെ ഡോക്ടർ നിന്നോട് പറയുകയില്ല. അതുപോലെ തന്നെ ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് നിന്റെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കർത്താവേ ഞാൻ നശിച്ചു പോയിരിക്കുന്നു, ഈ അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നു എന്ന് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പറയേണ്ടതാണ്. എനിക്കിപ്പോൾ ഉറക്കം വരും, ഞാൻ പോയിട്ട് നാളെ വന്നിട്ട് ഏറ്റു പറയാമെന്ന് പറഞ്ഞ. അല്ലല്ലല്ലേ, ഇതാണ് അനുകൂലമായ സമയം, ഇതാണ് രക്ഷാ ദിവസം എന്ന് ആ ദേവദാസൻ പറഞ്ഞു. ഉറക്കം വരുന്നെങ്കിൽ നടന്നുകൊണ്ട് കണ്ണു തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചർച്ചിൽ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. കണ്ണു തുറന്നുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ പോലും എനിക്ക് വലുതായി കാണപ്പെടാനിടയായി. സമയം 1:45 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥിച്ച സമയത്ത് സഭയുടെ ഒരു മൂലയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ ദർശനം ഞാൻ കാണുവാനിടയായി. ഞാൻ കണ്ണ് തുറന്നു പിടിച്ചിരിക്കുകയാണ്, സ്വപ്നമല്ല, കണ്ണ് തുറന്നു പിടിച്ചിരിക്കുകയാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവൻ കൊടുത്തതെന്ന് സ്വരം എൻ്റെ ചെവിയിൽ കേൾക്കാനിടയായി. അതുകൊണ്ടാണ് എനിക്ക് കാൽവറി എന്ന് കേൾക്കുന്നത് ഇഷ്ടം. 1971 ഫെബ്രുവരി 15 ആ കാൽവറി ദർശനത്തിൽ കൂടി എൻ്റെ ഹൃദയം തകർന്നു പോകാനിടയായി. ഞാൻ താഴെ വീഴാനിടയായി. പിറ്റേ ദിവസം രാവിലെ 8:30 മണി വരെ ഞാൻ അവിടെ കിടക്കുകയും എൻ്റെ പാപങ്ങളെല്ലാത്തിനെയും കുറിച്ച് പശ്ചാത്തപിക്കാനിടയായി. ഓരോ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി, അതെല്ലാം പറയാൻ ഇപ്പോൾ സമയമില്ല. എന്നാൽ എനിക്ക് ദൈവം ഒരു പുതിയ ഹൃദയം നൽകാനിടയായി, പുതിയൊരു അനുഭവം നൽകാനിടയായി. രക്ഷിക്കപ്പെട്ടതിന് ശേഷമായി പിന്നീട് ഈ ദിവസം വരെയും ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഒരിക്കൽ പോലും
പഴയ ജീവിതത്തിലേക്കോ പഴയ വഴിയിലേക്കോ ഞാൻ തിരിഞ്ഞു പോയതേ ഇല്ല. കാരണം മാനസാന്തരത്തിന്റെ അവസ്ഥ അത്ര ആഴമായതാണ്. നിന്റെ അടിസ്ഥാനം ഉറപ്പുള്ളതായാൽ നിന്റെ ബിൽഡിംഗ് എത്ര കാലമായാലും നിലനിൽക്കും, എത്ര ഉയരമായാലും നിലനിൽക്കും. ഇന്ന് അനേകം ആളുകൾക്കുള്ള മാനസാന്തരം വെറുതെ കൈകൾ ഉയർത്തിയിട്ട് വെറുതെ തീരുമാനമെടുത്ത് കുറച്ചു നേരം എന്തെങ്കിലും പറയുന്നതിൽ കൂടിയല്ലാതെ പാപത്തിന്റെ പശ്ചാത്താപത്തിൽ കൂടി ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ പ്രാപിക്കുന്നതേ ഇല്ല. ആ ദിവസം മുതൽ ഈ ദിവസം വരെ കർത്താവിന്റെ നാമത്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. പാപത്തിൽ മുഴുകിപ്പോയ ആളുകളെ കർത്താവിന് വിടുവിക്കുവാൻ കഴിയും. മദ്യപാനികളെ ദൈവം മാറ്റുവാനിടയാകും. വ്യഭിചാരികളെ ദൈവം മാറ്റാനിടയാകും. മോഷ്ടാക്കളെ ദൈവത്തിന് മാറ്റാൻ കഴിയും. കോപിഷ്ഠന്മാരെ ദൈവത്തിന് മാറ്റാൻ കഴിയും. അസൂയക്കാരെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. ദൈവജനം നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. എല്ലാവരും എഴുന്നേറ്റിരിക്കുക. നിങ്ങളുടെ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ കഴുകപ്പെടേണ്ടതായ പാപം, ഏറ്റുപറയേണ്ട കാര്യങ്ങൾ കർത്താവിനോട് നിങ്ങൾ ഏറ്റുപറയുക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. എല്ലാവരും നിങ്ങളുടെ വായ്കൾ തുറന്ന് കർത്താവിനോട് ഏറ്റുപറയുക. എൻ്റെ ജീവിതം ശരിയല്ല ദൈവമേ, എൻ്റെ ജീവിതം ശരിയല്ല ദൈവമേ, നിനക്കിഷ്ടമനുസരിച്ച് ഞാൻ ജീവിക്കുന്നില്ല ദൈവമേ. എൻ്റെ പ്രവൃത്തികളും എൻ്റെ സംസാരവും നിന്റെ ഹിതം പോലെയല്ല കർത്താവേ. ഇപ്പോഴും ഞാൻ പാപത്തിന് അടിമയായി മാറിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും വീണ്ടും ഞാൻ പാപത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. വീണ്ടും വീണ്ടും പഴയ ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോവുകയാണ്. ഈ ദിവസം എന്നെ വിടുവിക്കുമാറാകണമേ. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ഒറ്റത്തവണ ഞങ്ങളിലേക്കൊന്ന് നോക്കണമേ. എൻ്റെ പാപം കാരണമാണ് എനിക്ക് ദോഷമുണ്ടായത്. ഞാൻ പ്രശ്നത്തിലായിരിക്കുന്നു, ഞാൻ കടത്തിലായിരിക്കുന്നു, ഞാൻ രോഗത്താലായിരിക്കുന്നു എന്നാരൊക്കെയാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് വിടുതൽ കൊടുക്കുമാറാകണമേ. അങ്ങനെയുള്ളവരെ നീ വിടുവിക്കുമാറാകണമേ. ഈ ദിവസം ഇവിടെ ആയിരിക്കുന്ന മദ്യപാനികൾക്കെല്ലാം നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. പിന്നീട് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ദുശ്ശീലത്തിന് ഇട കൊടുക്കാതെ ആ പാപത്തോട് വെറുപ്പ് തോന്നുവാൻ അവരെ നീ സഹായിക്കണമേ. വ്യഭിചാരം ചെയ്തിട്ട് രോഗങ്ങൾ വരുത്തി വെച്ചിട്ട് എയ്ഡ്സ് രോഗത്തിന് അടിമയായി പോയി തകർന്നു പോകുന്ന ജീവിതങ്ങളെ വിടുവിക്കുമാറാകണമേ. പശ്ചാത്തപിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് വിടുതലോടെ വരുവാൻ സഹായിക്കണമേ. കർത്താവേ, അനേക യുവജനങ്ങൾ നശിച്ചു പോകുന്നുണ്ട് ഈ കാലത്ത്. സിനിമയ്ക്കും സിഗരറ്റ് വലിക്കും മദ്യത്തിനും ഇടം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ, അതുപോലെ തന്നെ ലൈംഗികമായ പാപങ്ങൾക്ക് അടിമയായിക്കൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന യൗവനക്കാരെ ദിവസങ്ങൾ വിടുവിക്കുമാറാകണമേ. അവർക്കുണ്ടായിരിക്കുന്ന യൗവന മോഹങ്ങളിൽ നിന്ന്, പാപത്തിന്റെ കുഴിയിൽ നിന്ന് നസ്രേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ, നിരാശയിൽ തകർച്ചയിൽ ആയിരിക്കുന്ന വ്യക്തികളെ, ആരും ആശ്രയമില്ലാതെ ഏകാന്തതയിലായിരിക്കുന്ന വ്യക്തികളെ കർത്താവേ കാക്കണമേ. ജീവിതത്തോട് വെറുപ്പ് തോന്നിയിരിക്കുന്നവരോട് നീ കരുണ കാട്ടണമേ. കണ്ണുനീരൊഴുക്കുന്നവരുടെ കണ്ണുനീരിനെ നീ തുടയ്ക്കണമേ ദൈവമേ. നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന്, നീ ഒഴുക്കിയ രക്തത്താൽ ഞങ്ങൾക്ക് ക്ഷമാപണം ലഭിച്ചുവെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.